ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ്. നോക്കുക. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് പബ്ലിഷ്ഡ് ഇൻ ദി ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. The three basic finance statements are profit and loss account that shows net business result, profit or loss for a certain period. Then second, the balance sheet that exhibit the financial strength of the business as on particular date. Third, the cash flow statement that describe the movement of cash from one date to other. നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഷോ ചെയ്യുന്നത്? നമ്മൾ അത് ഷോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്. നമ്മളത് പബ്ലിഷ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക്. നമ്മൾ അക്കൗണ്ട്സ് വർക്ക് ചെയ്തു, ബിസിനസ് അക്കൗണ്ട്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിൽ നിന്നും ആ റിസൾട്ടാണ് കിട്ടേണ്ടത്. അത് അവർക്ക് ലഭ്യമാകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. ഓക്കെ, അത് നമുക്കറിയാം ഓരോന്നും എന്താണെന്നല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഇപ്പോൾ 2023 ആണെങ്കിൽ ആ പീരീഡിൽ ആ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്താണ് അതിനകത്തുണ്ടായിട്ടുള്ള ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്ന ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസിന് ഇടയാക്കിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസും മറ്റുള്ളവർക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു 3 രീതിയിലുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടാണ്. ഓക്കെ, then as these statement are meant to be used for different stakeholders. ഞാൻ പറഞ്ഞു അല്ലെ, ഈ 3 സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കുന്ന എന്തിനാണ്? പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. So it is necessary that the information contained therein is based on definite principles, concrete concept and well accepted conventions. അപ്പൊ നമ്മൾ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, ഓണർ, ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, ഇങ്ങനെ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് യൂസ്ഫുൾ ആയ രീതിയിലാണ് ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ആ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കണം? ഒരു ഡെഫിനിറ്റ് പ്രിൻസിപ്പിൾ ആയിരിക്കണം, കോൺക്രീറ്റ് കൺസെപ്റ്റ് ആയിരിക്കണം. അതായത് നമുക്ക് തോന്നിയ സമയത്ത് തോന്നിയ രീതിയിൽ ആവരുത്, അല്ലെ? എല്ലാം കൃത്യമായിട്ട് ഒരു സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തുണ്ടായിരിക്കണം? അതിന് ചില കോമൺലി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും പിന്നെ റെഗുലേഷൻസും കൺസെപ്റ്റുകളും ഒക്കെ ഉണ്ടാവണം. അപ്പൊ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള, എല്ലായിടത്തും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള, യൂണിഫോമിറ്റി ഉള്ള, കോമൺലി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളും കൺവെൻഷനുകളും നമുക്ക് അക്കൗണ്ട്സിൽ ഉണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. The accountants in general have agreed on certain principles to be followed strictly by them to maintain uniformity and also for comparison purpose. അപ്പോൾ എന്താണ്? അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്ന അക്കൗണ്ടൻസ് അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവർ സ്ട്രിക്ട്ലി എന്താണ് നിർബന്ധമായിട്ട് അവർ കുറെ പ്രിൻസിപ്പിൾസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി, ഒരു യൂണിഫോമിറ്റിയും അതിൽ കമ്പാരിസൺ ഒക്കെ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് റൂൾ, പ്രൊസീജിയേഴ്സ് എല്ലാം അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾസ് ടേംഡ് ആസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾക്ക് പ്ലസ് 2 ക്ലാസ്സുകൾ, പ്ലസ് 1 ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് അത്, അല്ലെ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പ് എന്ന് പറയും, GAAP, അല്ലെ? ഗ്യാപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് ആണ്, ഈ ജനറലി ആക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് പൊതുവെ എല്ലാവരും ഈ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുവാൻ വേണ്ടി ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, accounting principles may be defined as those rule of action or conduct which are adopted by the accountant universally while recording accounting transactions. അതായത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ലോകത്താകമാനം എല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള റൂൾ ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയാണ് എന്ന് വിളിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. They are a body of doctrine commonly associated with theory and procedure of accounting, serving as explanation of current practice and as a guide for selection of conventions, procedures where alternative exist. അതായത് നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരുപാട് റൂൾസും പ്രൊസീജിയറും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് അറിയാം നമുക്ക് അവിടെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, സ്ട്രൈറ്റ് ലൈൻ വാല്യൂ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഒരു കമ്പനി എന്ന നിലയ്ക്ക്, ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഏത് ആൾട്ടർനേറ്റീവ് ആണ് നമുക്ക് സൂട്ടബിൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച്, അത് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട നമ്മുടെ പോളിസിയെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഒരു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും പ്ലസ് ടു ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിരുന്നത് എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ, അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ നോട്ട് കാണുക. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ബേസിക് അസംഷൻസ്, ബേസിക് പ്രിൻസിപ്പിൾ, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ടാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ബേസിക് അസംഷൻസ്, ബേസിക് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. അതിൽ ബേസിക് അസംഷൻസ് ആയിട്ട് എന്താണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്, ഇങ്ങനെയാണ് എന്ത് ബേസിക് അസംഷൻസ് വരുന്നത്. അതുപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് വരുന്നത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ദെൻ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിന്റെ പുറമെ എന്താണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ്, ടൈംലിനെസ് കൺസെപ്റ്റ്, ഇൻഡസ്ട്രി പ്രാക്ടീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത്രയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസിഫിക്കേഷനിലായിരുന്നു. അതായത് ബേസിക് അസംഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള തിയറി ബേസ് ചിലപ്പോൾ നമുക്ക് ഇതേ പേരിൽ നമുക്ക് അറിയില്ലെങ്കിൽ പോലും, നമുക്ക് ചിലപ്പോൾ ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ ഇതിന്റെ പേര് അനുസരിച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് കാണാം. ഇപ്പൊ നമുക്ക് പണ്ട് പഠിച്ചതല്ലേ, ഇപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ അത്രയും കാലമായി ഈ അക്കൗണ്ട്സ് എന്നുള്ള മേഖലയെ നമ്മൾ ടച്ച് ചെയ്തിട്ട് അല്ലെ, ഒരു ഏകദേശം +1 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ +2 2 വർഷം +3 5 വർഷമായി നമ്മൾ അക്കൗണ്ട്സ് എന്നുള്ള മേഖല ടച്ച് ചെയ്തു പഠിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം കാര്യങ്ങളെല്ലാം എന്താണ് ഈ ബേസിക് അസംഷനും ബേസിക് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് ചിലപ്പോൾ വേർഡ് എടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ കാര്യം നമുക്ക് ഹിഡൻ ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ സിലബസ് പ്രകാരം ഒന്നുകൂടി പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി എന്ന നിലയ്ക്ക് അതിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഇതിനെ പഠിക്കുന്നത്. ഓക്കെ, നേരത്തെ പഠിച്ചിരുന്നത് ഏത് രീതിയിലായിരുന്നു, ബേസിക് അസംഷൻസ്, ബേസിക് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, അത് വേറെ കാര്യം. പക്ഷെ അന്ന് നമ്മൾ 3ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ആ സംഭവത്തെ ഇവിടെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ രണ്ടും എങ്ങനെയാണ്, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലും, ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട അസംഷൻസ്, കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസ് പ്രകാരം നമുക്ക് അങ്ങനെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഓക്കെ, ദിസ് കൺസെപ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബ്രോഡ് ഗ്രൂപ്പ് വിച്ച് ആർ ആസ് ഫോളോസ്. ഏതൊക്കെയാണ്, കൺസെപ്റ്റ് ടു ഒബ്സർവ്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റുകൾ. ദെൻ കൺസെപ്റ്റ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റിപ്പോർട്ടിംഗ് സ്റ്റേജ്, റിപ്പോർട്ടിംഗ് മീൻസ് എന്താണ്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റുകൾ. ഓക്കെ, ഇത് ഏതൊക്കെയാണെന്നുള്ളത് അതിൽ ആദ്യത്തെ നോക്കും നമുക്ക്, കൺസെപ്റ്റ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജ്. അതായത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ കൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെയാണ്, ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, രണ്ടാമത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്, 3 ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇങ്ങനെ 6 കൺസെപ്റ്റുകളാണ് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ആ സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ് എവിഡൻസ് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. നോക്കി, the business entity concept ensure that a business financial activities are recorded separately from the personal financial activities of its owners or other business. This principle maintains the distinction of the entity, allowing a clear and accurate financial reporting. It ensures that all business transactions are recorded independently of the owner's personal transactions, providing a true picture of the business financial performance and position. അതായത് ബിസിനസ് എന്ന നിലയ്ക്ക് ബിസിനസ് എന്താണ്,
ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ്, ഒരു എന്താണ് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് വ്യക്തിയാണ് എന്ന നിലയ്ക്ക് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓണറുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഓണർ ബിസിനസ്സിലേക്ക് മുതൽ മുടക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഐറ്റം ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണോ കാണിക്കുന്നത്? അല്ല, ഓണർ ബിസിനസ്സിലേക്ക് നൽകുന്ന, ബിസിനസ്സിന് മുതൽ മുടക്കുന്ന ആ പണത്തെ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി ഭാഗത്താണ് കാണിക്കുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? അതായത് ബിസിനസ്സിന് ഓണറോടുള്ള ബാധ്യതയാണ് ആ ക്യാപിറ്റൽ, അല്ലെ? ബിസിനസ് ഓണർക്ക് നൽകേണ്ട എമൗണ്ട് ആണ് ആ ക്യാപിറ്റൽ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. ഓണറുടെ ട്രാൻസാക്ഷൻസ്, വ്യക്തിപരമായ ട്രാൻസാക്ഷൻസ് വേറെ തന്നെയാണ്. അത് വേറെ രീതിയിലാണ് അതിനെ കാണിക്കേണ്ടത്. അതിനെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, അല്ലെ? അതുപോലെ തന്നെ എന്താണ്, ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് അത് വേറെ രീതിയിൽ കാണിക്കണം. ബിസിനസ് ഒരു സെപ്പറേറ്റ് ഹ്യൂമൻ ബീങ് ആയ പോലെ, ഒരു സെപ്പറേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയും, സെപ്പറേറ്റ് ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസിനെ കാണണം എന്നാണ് എന്ത് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് അറിയാലോ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ്, ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നുണ്ട്, അല്ലെ? അവിടെ തന്നെ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നതാണ്. എന്നാലും നമുക്ക് നോക്കാം എന്താ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. നോക്കൂ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് asserts that only transactions that can be measured in monetary terms are recorded in the financial statement. This principle ensures that all record data is quantifiable and comparable. Non-quantifiable items like employee skill level, company reputation are not recorded, even though they may significantly impact the business. അതായത് ഒരു ബിസിനസ് അതിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യുക എന്ത് മാത്രമായിരിക്കും? പണത്തിന്റെ രൂപത്തിൽ, നമുക്ക് ക്വാണ്ടിഫയബിൾ ആയിട്ട് നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്ന പണത്തിന്റെ രൂപത്തിൽ മൂല്യമുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഒരു ബിസിനസ് അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ എടുക്കുക. ഓക്കെ, ആ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിലൊക്കെ നമുക്ക് അതേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ എന്താണ്, നമുക്കറിയാം ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ ബിസിനസിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെ? സൽപ്പേര് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സ്കില്ല്, എംപ്ലോയീസ് എത്ര നിർജ്ജീവമായിട്ടുള്ള, നമുക്ക് എത്ര അസറ്റുകൾ ഉണ്ടെങ്കിലും എത്ര പണം ഉണ്ടെങ്കിലും ചിലപ്പോൾ ബിസിനസ് ലാഭത്തിലേക്ക് ആവില്ല എംപ്ലോയീസ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ല എങ്കിൽ. പക്ഷേ ആ എംപ്ലോയീസിന്റെ ആ സ്കിൽ ലെവലും അതുപോലെ തന്നെ എന്താണ് ബിസിനസിന്റെ റെപ്യൂട്ടേഷനും ഒക്കെ ബിസിനസിന് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ അല്ലെ അക്കൗണ്ടിങ് റെക്കോർഡിൽ അതിന് എന്തില്ല, പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ നമുക്ക് അതിനെയെല്ലാം മണിയുടെ, പണത്തിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ അവിടെ പരിഗണിക്കുകയുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട രണ്ട് കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മറ്റൊന്ന് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണ്? ബിസിനസിന് എന്തുണ്ട്, ഇറ്റ്സ് ഓൺ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്. മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ട്രാൻസാക്ഷൻ ഓൺലി റെക്കോർഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് പറയാം. നോക്കൂ, the objective evidence concept emphasizes the need for verifiable data in recording of transaction. This principle ensures that each transaction is supported by reliable documentation, such as invoice, receipt, contract, which can be objectively verified. This reduces the risk of error and fraud, ensuring the accuracy and reliability of financial statement. അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്താണ്, എന്തും ഒരു 100 രൂപ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ എഴുതിയതിന് സപ്പോർട്ടായിട്ട് എന്ത് വേണം? ഒരു എവിഡൻസ് ഡോക്യുമെന്റ് വേണം. അതിന് സ്ലിപ്പുകൾ വേണം, റെസിപ്റ്റുകൾ വേണം. ഓക്കെ, അപ്പൊ സപ്പോർട്ട് എവിഡൻസിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വൗച്ചറെങ്കിൽ നമുക്ക് മിനിമം ആ ഒരു എൻട്രി എഴുതണമെങ്കിൽ നമുക്ക് അവിടെ കയ്യിലുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എൻട്രി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അക്കൗണ്ടന്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഈ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ 3 കൺസെപ്റ്റും. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ്. എന്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ് നോക്കുക. The historical record concept mandate that transactions are recorded based on their original cost at the time of purchase or occurrence. This principle maintains the historical accuracy of financial data, providing a consistent basis for recording transactions. It avoids fluctuations due to market changes, ensuring stability in the recorded values of the assets and liabilities. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻസ്, ഇപ്പൊ നമ്മളൊരു മെഷീനറി വാങ്ങി,
മിഷനറി വാങ്ങുമ്പോൾ നമ്മൾ ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര രൂപയാണോ നമ്മൾ നൽകിയിട്ടുള്ളത് ആ എമൗണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുക. ഓക്കെ. അപ്പൊ ആ ട്രാൻസാക്ഷന് ചിലപ്പോൾ എന്തുണ്ടാവും, അധികം നമുക്ക് എന്താണ് ഇപ്പോ നമ്മൾ ട്രാൻസാക്ഷൻ നടന്നതിനേക്കാൾ അധിക വില നമുക്ക് ഇപ്പോ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഓക്കെ. പക്ഷെ അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യില്ല. ക്ലിയർ. അപ്പം എന്താണ് മാർക്കറ്റിലെ ചേഞ്ചസും ചിലപ്പോൾ അതിനേക്കാൾ വില അന്ന് വാങ്ങിയതിനേക്കാൾ വില കുറവായിരിക്കും. മാർക്കറ്റ് ചേഞ്ചസും മറ്റു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ ട്രാൻസാക്ഷൻ റെക്കോർഡിനെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്താണ് ഒരു ട്രാൻസാക്ഷൻ ഒരു പേയ്മെന്റ് എത്ര രൂപയ്ക്കാണ് നടത്തിയിട്ടുള്ളത് ആ പേയ്മെന്റ് അതുപോലെ കാണിക്കും. നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും പേയ്മെന്റ്, കാരണം എന്താണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള മെഷീനറിക്ക് ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കറന്റ് അതിന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ വില ഉണ്ടാവും. അപ്പൊ ആ മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ച് എന്താണ് ആ അസറ്റിന്റെ വിലയിൽ എന്തുണ്ടാവില്ല, മാറ്റം നമ്മൾ നമ്മുടെ റെക്കോർഡ്സിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കില്ല. ഓക്കെ. അപ്പൊ അതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ്. എത്രയാണോ ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ളത് അതേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി അടുത്താണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ് ഏകദേശം ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. നോക്കുക, ദ കോസ്റ്റ് കൺസെപ്റ്റ് ക്ലോസ്ലി റിലേറ്റ് ടു ദി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ്. റിക്വയർ ദാറ്റ് അസറ്റ് ടു ബി റെക്കോർഡ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ് നോട്ട് ദെയർ കറന്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റും കോസ്റ്റ് കൺസെപ്റ്റും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇവിടെ കോസ്റ്റ് കൺസെപ്റ്റ് സ്പെസിഫിക്കലി അത് അസറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് സെപ്പറേറ്റ് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റിൽ അസറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. എല്ലാം അവിടെ നടക്കുന്നത് എല്ലാം എന്താണ്, ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് എന്ത് വാല്യൂലാണോ അതേ വാല്യൂ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ. ഓക്കെ. അതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൺസെപ്റ്റ് പറയുന്നത്. കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് ഇനി ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അതിന്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്, അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അല്ലാതെ എന്തല്ല, അതിന്റെ ഇപ്പൊ നിലവിലുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ദിസ് പ്രിൻസിപ്പിൾ എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ദി ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദി ബിസിനസ് ഫോർ ഇറ്റ്സ് അസറ്റ്. അതായത് ഈ പ്രിൻസിപ്പിളിലൂടെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്, ആ ബിസിനസ്സിന് ആ അസറ്റ് വാങ്ങുവാൻ വേണ്ടിയിട്ടും എത്ര ആക്ച്വലി ചെലവായിട്ടുണ്ട് അത് മാത്രമേ ആ ബിസിനസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ആ അസറ്റിന്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടല്ല ബിസിനസിന്റെ അസറ്റ് വാല്യൂ കണക്കാക്കിയത്. ഓക്കെ. അത് വാങ്ങിയ സമയത്ത് അവർ ചെലവാക്കിയ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഉറപ്പുവരുത്തുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് ഉണ്ടാകുമ്പോൾ എന്താണ്, ഫ്രീ ഫ്രം മാർക്കറ്റ് വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ചേഞ്ചിൽ നിന്നും എന്താണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താണ്, മാർക്കറ്റ് ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ ബാലൻസ് ഷീറ്റും ഒക്കെ എന്താണ്, മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ നിന്നും ഫ്രീ ആയിരിക്കും. ഓക്കെ. മാർക്കറ്റ് ചേഞ്ച് അവിടെ റിഫ്ലക്റ്റഡ് ആയിരിക്കില്ല എന്നാണ് അർത്ഥം. യെസ്. അടുത്ത കൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നമുക്ക് നമ്മൾ അക്കൗണ്ടിങ് കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാര്യമല്ല. നമ്മുടെ ജേണൽ എൻട്രീസ് എല്ലാം എഴുതുന്നത് ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് അല്ലെ. എന്താണ്, എവരി ട്രാൻസാക്ഷൻ ആസ് എ ഡ്യുവൽ എഫക്ട്, ഒരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എഫക്ട് ഉണ്ടായിരിക്കും ഏതൊരു ട്രാൻസാക്ഷനും എന്നുള്ളത് നമുക്ക് പാടി പഠിച്ച കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് detect that every financial transaction affect at least 2 accounts maintaining the fundamental accounting equations. അതായത് ഇവിടെ പറയുന്നതാണ്, ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും മിനിമം ഒരു 2 അക്കൗണ്ടിനെങ്കിലും ബാധിക്കും. ഒന്ന് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ. അത് എന്തിനു വേണ്ടിയാണ്, മെയിൻറ്റെയിനിങ് ദി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്, അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കൃത്യമായിട്ട് പാലിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷനിലുള്ള 2 എഫക്റ്റുകൾ, അതിന്റെ ഡെബിറ്റ് എഫക്റ്റും ക്രെഡിറ്റ് എഫക്റ്റും അതിന്റെ റെസീറ്റ് എഫക്റ്റും പേയ്മെന്റ് എഫക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താവുള്ളൂ, ടാലി ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് റിമെയിൻ ബാലൻസ്ഡ് ആൻഡ് ദാറ്റ് ഓൾ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ആർ ഫുള്ളി ക്യാപ്ചർഡ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്താണ്, ബാലൻസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഒരു ബാലൻസ്, അതായത് അസറ്റും ലയബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്താൻ എന്ത് സഹായിക്കും, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് സഹായിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും കൺസെപ്റ്റുകളാണ് ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. കൺസെപ്റ്റ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട പ്രധാനപ്പെട്ടത് 6 കൺസെപ്റ്റുകളാണ്.